ആദ്യം ഞാനിവിടെ രണ്ട് ന്യൂസുകൾ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം. ആദ്യം നമുക്ക് രണ്ട് ന്യൂസും കൂടി കമ്പയർ ചെയ്ത് നോക്കാം. ഞാനിത് എന്തിന് പറയുന്നത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. ആദ്യം നമുക്ക് ന്യൂസ് കേട്ട് നോക്കണം. ആദ്യം നിങ്ങൾ എൻ്റെ കൂടെ മുമ്പോട്ട് വരണം എന്നാണ് ആദ്യം പറഞ്ഞു വെക്കുന്നുള്ളത്. സ്കിപ്പടിച്ച് പോകല്ലേ എന്നാണ്. കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകുന്നതിൽ അസ്വാഭാവികതയില്ലെന്ന് റിയാദിലെ നിയമസഹായ സമിതി. മോചനത്തിനായുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും സമിതി വ്യക്തമാക്കി. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അബ്ദുൾ റഹീമിന്റെ 20 വർഷത്തെ തടവ് ശിക്ഷയുടെ കാലാവധി പൂർത്തിയായത്. അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനത്തിനായുള്ള നടപടികൾ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി റിയാദിലെ ഇന്ത്യൻ എംബസിയും അബ്ദുൾ റഹീമിന്റെ അഭിഭാഷകരും പവർ ഓഫ് അറ്റോർണിയും ഉൾപ്പെടെയുള്ളവർ ജയിലുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. നടപടിക്രമങ്ങൾ വൈകുന്നതിൽ അസ്വാഭാവികത ഇല്ലെന്ന് ഉറപ്പിച്ചു പറയുന്ന നിയമസഹായ സമിതി വരും ദിവസങ്ങളിൽ തന്നെ മോചനം സാധ്യമാകുമെന്ന പ്രതീക്ഷയും പങ്കുവെക്കുന്നു. സൗദി അറേബ്യയിൽ സർക്കാർ മേഖല പെരുന്നാൾ അവധിയിലേക്ക് പ്രവേശിച്ചെങ്കിലും പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെരുന്നാൾ അവധി കാരണം മോചനം വൈകാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. വെള്ളി ശനി ദിവസങ്ങളിലെ വാരാന്ത്യ അവധിക്ക് ശേഷം ഞായറാഴ്ചയോടെ മോചനത്തിനായുള്ള നടപടികൾ കൂടുതൽ വേഗത്തിലാകും. തുടർ നടപടികളുടെ ഭാഗമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് മോചനത്തിനുള്ള ആദ്യത്തെ ഈ ന്യൂസിൻ്റെ കത്ത് പറയുന്നത് ഈ രീതിയിലാണ്. അതായത് അവിടെയെല്ലാം തുറന്നിരിക്കുകയാണ്. എല്ലാം എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട മുഖ്യ ആയിട്ടുള്ള ഓപ്പൺ ചെയ്തു വെച്ചിരിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ ഇതൊക്കെ. പക്ഷേ ചില ഇതൊക്കെ ബന്ധാണ്. പക്ഷേ എന്നാലും നടപടിയൊക്കെ നടക്കും എന്ന രീതിയിലാണ് ഈ ന്യൂസിൽ പറയുന്നുള്ളത്. ഇനി മറ്റൊരു ന്യൂസ് കേൾപ്പിച്ചു തരാം. ഇത് ഏത് ന്യൂസ് ചാനലെന്ന് ഞാൻ പറയുന്നില്ല. മറ്റൊരു ന്യൂസ് ചാനലിലോട്ട് ന്യൂസും കൂടി കേൾപ്പിച്ചു തരാം. സൗദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. പെരുന്നാൾ അവധിയായതിനാൽ സർക്കാർ ഓഫീസുകൾ പലതും പ്രവർത്തിക്കാത്തതിനാലാണ് മോചനം വൈകുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അബ്ദുൾ റഹീമുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജയിലിൽ നിന്ന് മോചനമാകും എന്നുള്ളതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ തന്നെ നമുക്ക് കണ്ടിരുന്നതാണ്. പക്ഷേ അതിന് ഇനിയും വൈകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പെരുന്നാൾ തന്നെയാണെന്നാണ്. പെരുന്നാൾ അവധി ആയതുകൊണ്ട് സർക്കാർ ഓഫീസുകൾ പലതും പ്രവർത്തിക്കാത്തതാണ് മോചനം വൈകുന്നതിനുള്ള സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ MS അനീഷ് കുമാർ നൽകും. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശിയാണ് അബ്ദുൾ റഹീം. പക്ഷേ മോചിതനാകില്ല അദ്ദേഹം എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന. ഇപ്പോൾ നമ്മൾ രണ്ട് ന്യൂസ് കേട്ടു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് എന്താണെന്ന് നിങ്ങളാദ്യം പറഞ്ഞുതരാം. ഞാൻ പറയട്ടെ. അതായത് ന്യൂസിൽ എന്താണ് ഒരു സ്ഥിരതയില്ലാത്ത ന്യൂസാണ് ഈ ഒരു വിഷയത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതായത് ചില ന്യൂസ് ചാനൽ പറയുന്നുണ്ട് ഏതായിട്ടും ഓഫീസൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ പോലും ചില പ്രധാനപ്പെട്ട ഓഫീസുകൾ തുറന്നു കിടക്കുകയാണ്. അപ്പോൾ ഏതായിട്ടും റഹീമിൻ്റെ മോചനം ഉണ്ടാവും എന്ന രീതിയിലാണ് ഒരു ന്യൂസ് ചാനൽ അങ്ങ് പറയുന്നുള്ളത്. ചില ന്യൂസുകാർ പറയുന്നത് അതായത് അബ്ദുൾ റഹീമിൻ്റെ മോചനം ഇപ്രാവശ്യം ഉണ്ടാവില്ല, അതായത് പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന രീതിയിലാണ് മറ്റുള്ള ചില ആൾക്കാരുടെ ടോക്ക്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒരിക്കലും ന്യൂസ് ചാനലിനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാം. അതിങ്ങനെ പറയാനുള്ള കാരണം ഓരോരോ ന്യൂസ് ചാനലിലും ഓരോരോ തരത്തിലാണ് ന്യൂസുകൾ ഇതിൻ്റെ വിഷയത്തിൽ കൊടുക്കുന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട് എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്നുള്ള അപ്ഡേഷൻ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന് മുമ്പും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ചെയ്യാനുള്ള റീസണും അത് തന്നെയാണ്. അപ്പോൾ അവർ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊന്നും തന്നെ വിലയിരുത്താനോ അല്ലെങ്കിൽ സംസാരിക്കാനോ പാടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു വിഷയം. യഥാർത്ഥത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഏതായിട്ടും വരും ദിവസങ്ങളിൽ റഹീമിൻ്റെ മോചനം ഏതായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ് നമുക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു വിഷയം. പക്ഷേ പെരുന്നാളിന് മുമ്പ് സംഭവിക്കോ പിന്നെ സംഭവിക്കോ എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ തന്നെ ഒഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞാൽ അതിനൊരു വിഷയം വേറെ തന്നെയാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ന്യൂസ് ചാനലിലൂടെ പല ഫേക്ക് ന്യൂസുകളും അല്ലാതെ അവരുടെ ഊഹാഭാവങ്ങളുമാണ് അവിടെ പങ്കുവെക്കുന്നുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ദയവചെയ്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക എന്നും കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. മാത്രമല്ല അബ്ദുറഹീമിൻ്റെ മോചനത്തിന് വേണ്ടി പല ആൾക്കാരും പല രീതിയിലും സഹകരിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഏതായാലും റഹീമിൻ്റെ മോചനം ഉറപ്പ് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ 19-ാം തീയതിയിൽ തന്നെ റഹീമിൻ്റെ 20 കൊല്ലത്തിൻ്റെ ആ ഒരു തടവ് ശിക്ഷ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായിട്ടും ആ ഒരു 20 കൊല്ലത്തിൻ്റെ ആ ഒരു തടവ് ശിക്ഷ കഴിഞ്ഞതിന് ശേഷം പുറത്ത് വിടുക തന്നെ ചെയ്യുമല്ലോ. മാത്രമല്ല അന്ന് ഇത് വധശിക്ഷയ്ക്ക് ഉണ്ടായിരുന്ന അതിനെ തെറ്റിച്ച്, അതായത് അന്ന് 34 കോടി രൂപ കൊടുത്ത് ബ്ലഡ് മണി കൊടുത്ത് അവർ കുടുംബത്തിന് സാന്ത്വനം നൽകിയതിന് ശേഷമാണ് ആ ഒരു വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് കേരള മലയാളികൾ ഒന്നടങ്കം എല്ലാവരും നിന്ന് സഹകരിച്ചിട്ടുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. ഏതായിട്ടും ഞാൻ ഈ ഒരു വീഡിയോ ചെറുതായിട്ട് നിങ്ങൾക്ക് ഒരു ന്യൂസിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്, നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. മാത്രമല്ല ഈ ന്യൂസ് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, പല രീതിയിലുള്ള പല വിഷയത്തിലുള്ള ന്യൂസുകളും നമ്മൾ പല ചാനലിലൂടെ പല രീതിയിലാണ് കേൾക്കുന്നുള്ളത്. ഒരു ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇൻഷാ അല്ലാഹ് ഏതായിട്ടും വരും കാലഘട്ടങ്ങളിൽ ന്യൂസ് ചാനൽ ശരിയാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. മറ്റൊന്നും പറയാനില്ല. ഇത്രയൊക്കെ ഇത് ന്യൂസ് ചാനലിൽ ഒരു അടിസ്ഥാനമില്ലാതെ ന്യൂസ് കൊടുക്കുക എന്ന് അതൊന്നും പറയാൻ പറ്റാത്ത ഒരു കാര്യമായി പോയി. ഇൻഷാ അല്ലാഹ് ഏതായിട്ടും നമുക്ക് ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദുറഹീമിന് നാട്ടിലേക്ക് തിരിച്ചു വരാനും തൻ്റെ കുടുംബത്തിൻ്റെ കൂടെ കഴിയാനും അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വേറൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്കിപ്പോൾ, അല്ലേ? മറ്റുള്ള ആൾക്കാരൊക്കെ സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ആകെയുള്ള ഒരു ആയുധം എന്ന് പറയുന്നത് അത് ദുആ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് ആ ദുആ നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക റഹീമിന് വേണ്ടിയിട്ട്, പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ കേരള ജനത ഹാറ്റ്സ് ഓഫ്, മലയാളികൾ വളരെ മികച്ച കാഴ്ചയാണ് നമുക്ക് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് മാത്രമല്ല കേട്ടോ, അത് ഇനിയിപ്പോൾ കേരളത്തിൽ നടന്ന എന്ത് സംഭവം എടുത്തു നോക്കിയാലും അതിൽ മുൻപന്തിയിൽ നിന്നിട്ടുള്ളത് മലയാളികൾ, മനുഷ്യന്മാർ എന്ന് നമുക്ക് പറയാം. അതിൽ ജാതി മതമോ ഒന്നും നോക്കാതെയായിരുന്നു അവർ സഹായിച്ചതും സഹകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലും ചില പുഴുക്കളൊക്കെ വർഗീയ വാദങ്ങളുമായി മുമ്പോട്ട് വന്നിട്ടുണ്ടെങ്കിലും അതിനൊന്നും കുനിയാതെ, അതിനൊന്നും കേൾക്കാതെ മനുഷ്യത്വം എന്നുള്ളത് വിജയിപ്പിച്ച് കാണിച്ച ആൾക്കാരാണ് കേരള ജനത. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഏതായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.